ദൗത്യത്തിലെ ഈ ആഴ്ചയിലെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സേതുലക്ഷ്മി തരുണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. വേദയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തരുൺ ആദ്യം സമ്മതിക്കുന്നില്ല. അപ്പോൾ ഉടനെ സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ കുഞ്ഞിന് ഒരു അമ്മയുടെ പരിചരണം ആവശ്യമാണ്. അതിന് വേദയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് നല്ലതാണ്. ആ കുട്ടിക്കും ആ കുട്ടിയുടെ കുഞ്ഞ് മരിച്ചു പോയിരിക്കുകയല്ലേ, അതിന് നമ്മുടെ കുഞ്ഞുകൊണ്ട് അതിനും ഒരു ആശ്വാസമാവുമെന്ന് പറയാണ്. തരുൺ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലെങ്കിലും പതുക്കെ കൊണ്ട് തരുൺ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വേദയെടുത്ത് ചെന്ന് പറയുന്നുണ്ട് സേതുലക്ഷ്മി, മോൾ ഒരുങ്ങിക്കോ, നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ വേദയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. കാറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ തരുൺ കുഞ്ഞിനെ വേദയുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് അതൊക്കെ ഒരു വിഷമമാവുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തരുണിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോയേ പറ്റൂ വേദയ്ക്ക്. അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷവും തരുണാണെങ്കിൽ കുഞ്ഞിനെ എടുത്ത് മുറിയിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ വേദ ഇതൊക്കെ കണ്ടൊരു വിഷമത്തോടെ നിൽക്കുകയാണ്. സേതുലക്ഷ്മി ആണെങ്കിൽ വേദയ്ക്ക് മുറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വേദ വിചാരിച്ച പോലൊന്നും അല്ല പിന്നെ കാര്യങ്ങൾ നടക്കുന്നത്. തരുണാണെങ്കിൽ കുഞ്ഞിനെ വേദയ്ക്ക് കൊടുക്കുന്നേ ഇല്ല. എപ്പോഴും തരുണാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പം രാത്രി പോലും സേതുലക്ഷ്മി കൊണ്ടുവന്ന് വേദയുടെ ഈ കുഞ്ഞിനെ കൊടുക്കുമ്പം തരുൺ എടുക്കാനായിട്ട് വരും. അപ്പം സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഇന്ന് കുഞ്ഞ് അവിടെ കിടക്കട്ടെ, അവളുടെ കൂടെ കിടക്കട്ടെ, ഇനി നീ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുണരും എന്നൊക്കെ പറഞ്ഞ് സേതുലക്ഷ്മിയാണ് തരുണിനെ സമാധാനിപ്പിക്കുന്നത്. തരുൺ ഒരു രീതിയിലും വേദയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അപ്പം വേദയ്ക്ക് പതുക്കെ മനസ്സിലാവുന്നുണ്ട് തൻ്റെ കുഞ്ഞ് തന്നെ നിന്ന് നഷ്ടപ്പെടുവാണ്. സേതുലക്ഷ്മി എടുത്ത് വേദ പറയുന്നുണ്ട്, അമ്മേ അന്ന് ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോള് തന്നെയല്ലേ പറഞ്ഞത് അന്നത്തെ ആ സാഹചര്യത്തിൽ ആ തീരുമാനം എടുക്കാമെന്നും തരുണിൻ്റെ അടുത്ത് ഒരു കാര്യവും പറയണ്ടെന്ന് മോള് തന്നെയല്ലേ തീരുമാനം എടുത്തത്, മോളുടെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വേദയെടുത്ത് പറയുന്നുണ്ട് സേതുലക്ഷ്മി. അപ്പം വേദ അന്നേരവും പറയുന്നുണ്ട്, ഇപ്പോഴും ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷയ്ക്ക് തരുണിൻ്റെ സഹായം കൂടിയേ തരൂ. പക്ഷേ തരുണിൻ്റെ മാനസികാവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം. തരുണിനെയും കൂടെ ഞാൻ ചതിക്കുകയാണെന്നൊരു തോന്നൽ, അമ്മയുടെ മോനെയും കൂടെ ഞാൻ ചതിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ സത്യങ്ങളെല്ലാം തരുണിനടുത്ത് പറയുന്നത് നല്ലതെന്നൊക്കെ വേദ പറയുന്നുണ്ട്. അപ്പോഴും സേതുലക്ഷ്മി പറയുന്നുണ്ട്, അതാണ് നല്ലത്. അവൻ ഇതെങ്ങനെ മറികടക്കുന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും സത്യം അവൻ അറിയുന്നത് കൊണ്ട് ഏറ്റവും നല്ലത് മോക്ക് തന്നെയാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ മോടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് വരാം. അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് നമുക്ക് ആ കുഞ്ഞിനെ പിടിക്കുക വലിയ പാടായിരിക്കും എന്നൊക്കെ സേതുലക്ഷ്മിയും പറയുന്നുണ്ട്. അങ്ങനെ വേദ തരുണിനോട് കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ തീരുമാനിക്കുകയാണ്. അത്രയ്ക്ക് തരുൺ ആ കുഞ്ഞുമായിട്ട് അടുക്കുവാണ്. തന്നിൽ നിന്ന് തൻ്റെ കുഞ്ഞ് അകന്നു പോവുകയാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം കുഞ്ഞിനെ അടുത്തൊന്ന് എടുക്കാൻ പോലും തരുൺ തരുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പം വേദ തീരുമാനിക്കുകയാണ് തരുണിനടുത്ത് കാര്യം പറയാമെന്ന്. അങ്ങനെ വേദ സേതുലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം തന്നെ കാര്യം പറയാമെന്ന്. അപ്പോൾ സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പം പറയണോ? വേണോ അമ്മ, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ വേദ തരുണിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് വേദ കാണുന്നത് തരുൺ തൊട്ടിലിട്ട് കുഞ്ഞിനെ ഉറക്കുകയാണ്. എന്നിട്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം തരുൺ പറയുന്നുണ്ട്, കഥകളൊക്കെ കേട്ട് എൻ്റെ കുഞ്ഞുമോള് വലുതാവണം, അപ്പോഴും ഈ അച്ഛൻ്റെ നെഞ്ചിൽ ഈ കുഞ്ഞ് കാൽ പതിഞ്ഞ് തന്നെ കിടക്കും എന്നും പറഞ്ഞുകൊണ്ട് തരുൺ ആ നെഞ്ചിൽ കുഞ്ഞിൻ്റെ കാൽ പതിപ്പിച്ചത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് വേദ കാണുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് വേദയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പം കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം തരുൺ തിരിഞ്ഞു നോക്കുമ്പോൾ വേദ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം തരുൺ ചോദിക്കുന്നത്, എന്താ വേദ, അല്ല കുഞ്ഞിനെ എടുക്കാൻ വന്നേ, കുഴപ്പമില്ല, കുഞ്ഞ് ഉറങ്ങിയെന്ന് പറയാണ്. അങ്ങനെ തരുൺ മുറിയിൽ നിന്ന് വരികയാണ്. അപ്പം തരുണിനോട് സത്യം പറയാൻ വന്ന വേദ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം തരുൺ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് കഥകൾ കേട്ട് വേണം ഉറങ്ങാൻ. കഥകൾ കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വരത്തേ ഉള്ളൂ. പണ്ട് ഞാൻ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഒരു വർഷം മാത്രമേ ഒരു മാത്സ് സാറ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ സാറ് എന്നെ എപ്പോഴും കഥകൾ പറഞ്ഞാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്നും ഞാൻ ആ സാറിനെ ഓർക്കുന്നുണ്ട്, ഒരു സുധാകരൻ മാഷ്. ഇത് കേൾക്കുമ്പോൾ വേദന ഞെട്ടുന്നുണ്ട്. വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രത്തിൻ്റെ അച്ഛൻ്റെ കാര്യം പറയുന്നതെന്ന്. ആ മാഷ് പറഞ്ഞ ആ കഥകളൊന്നും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ആ മാഷ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ മാഷിനെ ഞാൻ ഇന്നും മറന്നിട്ടില്ല. അന്ന് സാറ് പറഞ്ഞു തന്ന പാഠങ്ങളാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അതുപോലെ എൻ്റെ കുഞ്ഞും നല്ല കാര്യങ്ങൾ മാത്രം കേട്ട് നല്ല കഥകൾ കേട്ട് മാത്രം വളരണം. ഈ ലോകത്തുള്ള തെറ്റായ കാര്യങ്ങളൊന്നും അവൾ അറിയാൻ പാടില്ല. നന്മകൾ മാത്രം നിറഞ്ഞാണ് അവൾ വളരേണ്ടതെന്നൊക്കെ തരുൺ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പം വേദ തരുണിനോട് പറയാൻ വന്ന കാര്യമൊന്നും പറയാതിരിക്കണം. അങ്ങനെ മുറി വന്നിരുന്ന് വേദ വീണ്ടും കരയുകയാണ്. ഈ സമയത്ത് സേതുലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെന്താ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞോ? ഞാൻ അവിടെ ചെന്നപ്പം മുറി ചെന്നപ്പം അവന് വേറെ കുഴപ്പമൊന്നുമില്ല, അതേപോലെ തന്നെ ഇരിക്കുന്നത്, മോളൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റിയില്ല അമ്മേ, ഞാൻ അവിടെ ചെന്നപ്പം കുഞ്ഞിനെ വളർത്തുന്ന കാര്യവും കുഞ്ഞിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്ന ഒരച്ഛനെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അച്ഛനോട്
തൻ്റെ മകളല്ല, അതൊന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സേതുലക്ഷ്മി ആശ്വസിപ്പിക്കുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, പതുക്കെ പറയാം, ഞാൻ തന്നെ ഈ കാര്യങ്ങളെല്ലാം തരുണിനോട് പറയാം എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഇവർ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ഗുണ്ടകൾ തിരക്കി വരികയാണ്. ഈ സമയത്ത് വേദയും സേതുലക്ഷ്മിയും കൂടെ ഡോക്ടറിനെ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും തരുണിനോട് പറയാതിരുന്ന എങ്ങനെയാണ്? അത് ശരിയാവത്തില്ല, ഇനി അങ്ങോട്ട് പോകുന്നതോടും കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. അപ്പം സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അവനോട് സത്യം പറയാൻ ഒരു ബുദ്ധിമുട്ട്, അപ്പം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായത്തോടെ പറയാൻ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മിയും വേദയും കൂടെ തരുണിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഗുണ്ടകളെ കാണുന്നത്. അപ്പം വേദ ഇത് പെട്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വേദയാണെങ്കിൽ സേതുലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് ഒളിച്ചിരിക്കുന്നത്. അത് ആ ഗുണ്ടകൾ കാണുന്നുണ്ട്. അപ്പം ഗുണ്ടകളാണെങ്കിൽ പുറകെ ഓടി വരുന്നുണ്ട്. ആ സമയത്ത് വേദയാണെങ്കിൽ കുഞ്ഞിനെ സേതുലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, അമ്മ പൊക്കോ, കുഞ്ഞിനെയും കൊണ്ട് റിസപ്ഷനിലേക്ക് പൊക്കോളാൻ പറയാണ്. എന്നിട്ട് വേദ തലയിൽ ഷോൾ ഇട്ട് അവിടുന്ന് ഇറങ്ങിയാണ്. അപ്പം ഇത് കാണുന്ന ഗുണ്ടകൾ വേദയുടെ പുറകെ വരികയാണ്. വേദ ഓടുന്നുണ്ട്. പക്ഷെ ഒരിടത്ത് വെച്ച് വേദയെ പിടികൂടുന്നുണ്ട് അവർ. അപ്പോഴത്തേക്ക് വേദയുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് തരുൺ വന്ന് ഗുണ്ടകളെല്ലാം അടിച്ചിട്ടിട്ട് വേദയെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ വേദയെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് പോലീസ് വന്ന് ഗുണ്ടകളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സേതുലക്ഷ്മി അടുത്ത് വന്ന് വേദ കാര്യം പറയുന്നുണ്ട്, അവർ എന്നെ പിടിക്കാൻ വന്നമ്മേ, തരുൺ വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോവുകയാണ്. അങ്ങനെ തലനാരഴിക്ക് വേദ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവർ നേരെ വരുന്നത് അമ്പലത്തിലാണ്. അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അന്ന് രാധികയായിട്ട് നീ മാളിപ്പോയപ്പോൾ വന്ന ഗുണ്ടകളാണോ ഇതെന്ന് ചോദിക്കുകയാണ്. അതല്ല അമ്മേ, അത് വന്നവരെല്ലാം അന്ന് തന്നെ ജയിലിലാക്കിയായിരുന്നു. ഇത് വേറെ, ഇത് എന്നെ അന്വേഷിച്ച് വന്നതല്ല, വേദയെ അന്വേഷിച്ച് വന്നതെന്ന് പറയാണ്. അതുകൊണ്ട് വേദ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകണം. ഇനിയും അവർ വേദയെ അന്വേഷിച്ച് വരും. അതിലേക്ക് എൻ്റെ കുഞ്ഞും കൂടെ അകപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേദ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സേതുലക്ഷ്മി വേദയിൽ നിന്ന് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം സേതുലക്ഷ്മി തരുണിനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഈ സമയത്ത് ആ പെൺകുട്ടി എങ്ങോട്ട് ഇറക്കി വിടാനാ? ആ പെൺകുട്ടി ഞാനാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അന്ന് പണ്ട് ഒറ്റയ്ക്കിരുന്ന എൻ്റെ ഒരു സാഹചര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പം അതിനെ പറഞ്ഞു വിടുന്നത് ശരിയല്ല. നമ്മൾ അതിൻ്റെ തെരുവിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് നാളും കൂടെ നിൽക്കട്ടെ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം തരുൺ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വേദ വീണ്ടും അവിടെ തുടരാൻ തരുൺ സമ്മതിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വിക്രത്തിൻ്റെ കൂടെ സെല്ലിൽ കിടന്ന രാഘവേട്ടനാണെങ്കിൽ റിലീസാവുകയാണ്. അപ്പം രാഘവേട്ടൻ പറയുന്നുണ്ട്, നീ പുറത്തിറങ്ങുമ്പം കാണാം, എന്തായാലും ഹൈക്കോടതി അപ്പീൽ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് രാഘവേട്ടൻ ഭയങ്കര വിഷമത്തോടെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആൻഡ്രൂസ് വന്ന് വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് പരോളിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്, നീ പരോളിന് പുറത്തിറങ്ങി വേദയൊക്കെ ഒന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാറ് പേടിക്കേണ്ട, പരോളിന് പുറത്തിറങ്ങിയാലും എനിക്ക് എൻ്റെ അച്ഛനെ കണ്ട് ഞാൻ സമാധാനത്തിൽ പോകത്തേ ഉള്ളൂ, ആരോടും ഒരടിയും വഴക്കുണ്ടാക്കാനൊന്നും പോകത്തില്ല എന്നൊക്കെ വിക്രം ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ പരോളിന് വേണ്ടി ആൻഡ്രൂസ് അപേക്ഷിക്കാൻ ഒരുങ്ങിയാണ്. ഈ സമയത്ത് വേദയുടെ കാര്യം വലിയ പ്രശ്നത്തിലാണ്. തരുണാണെങ്കിൽ കുഞ്ഞുമായിട്ട് കൂടുതൽ അടുക്കുന്നത്, തന്നിൽ നിന്നും കുഞ്ഞ് കൂടുതൽ അകലുവാണെന്നും വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ഉറക്കുമ്പോഴും വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുന്നത്. പഴയ കാര്യങ്ങൾ, അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന സമയത്ത്, ശങ്കരനാരായണൻ്റെ വീട്ടിൽ ഒരുമിച്ചിരുന്ന സമയത്ത് കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കുഞ്ഞിനിടാൻ വെച്ചിരുന്ന പേരും. ഇപ്പം വിക്രത്തിൻ്റെ അടുത്ത് വേദ പറയുന്നുണ്ട്, പേരൊന്ന് നേരത്തെ കണ്ടുപിടിച്ച് വെക്കല്ലേ, ഒരിക്കലും കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു പേരും കണ്ടുപിടിച്ച് വെക്കല്ലേ എന്നൊക്കെ വേദ പറഞ്ഞതും. അതേപോലെ ഞാൻ മരിച്ചു പോയാലും വിക്രം കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം വിക്രവും വേദയും കൂടെയുള്ള നല്ല നിമിഷങ്ങളും അവർ കല്യാണം കഴിച്ച കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വേദ ആലോചിക്കുകയാണ്. ഈ സമയത്ത് വിക്രവും സെല്ലിലിരുന്ന് ഇത് തന്നെ ആലോചിക്കുകയാണ്. നല്ല മഴയുണ്ട്. ആ സമയത്ത് അന്ന് വേദ ആദ്യമായിട്ട് വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ രാത്രി, മഴയുള്ള രാത്രി, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിക്രം ആലോചിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ആലോചിക്കുകയാണ്. വേദ വിക്രത്തെക്കുറിച്ചും വിക്രം വേദയെക്കുറിച്ചും ഇങ്ങനെ സങ്കടത്തോടെ ഓരോരോ ഓർമ്മകളിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ വേദയുടെ കുഞ്ഞിൻ്റെ 28 ദിവസമായി, ചരട് കെട്ടുന്ന ദിവസമായി. അപ്പോഴത്തേക്ക് അവിടെ വലിയ ആഘോഷങ്ങളൊക്കെയാണ് തരുൺ ഒരുക്കുന്നത്. അപ്പം രാധികയുടെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് ആ നൂല് കെട്ടുന്ന ഇരിക്കുന്നിടത്ത് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട്. എന്നിട്ട് തരുൺ പറയുന്നുണ്ട്, അവളുടെ അമ്മയുടെ ഫോട്ടോ ഇവിടെ ഇരിക്കട്ടെ, അവൾ കാണണ്ടായ കുഞ്ഞിന് നൂല് കെട്ടുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികയുടെ ഫോട്ടോയൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ഒരുക്കി കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോക്കേ ഒരു പേര് രാധിക നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ആ പേര് തന്നെ ഇടണമെന്നൊക്കെ തരുൺ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗസ്റ്റുകളും ഒക്കെ വരികയാണ്. അപ്പോഴത്തേക്ക് കുഞ്ഞിനെ ഒരുക്കി ഇതേയും വരുന്നുണ്ട്. തരുണാണെങ്കിൽ ഓടി ഓടി കുഞ്ഞിൻ്റെ അടുത്ത് വരുമ്പോൾ സേതുലക്ഷ്മി പറയുന്നുണ്ട്, അവിടെയൊക്കെ ഗസ്റ്റ് വരുന്നുണ്ടല്ലോ, നീ അങ്ങോട്ട് ചെല്ല്, നീ വേദ നോക്കിക്കോളും കുഞ്ഞിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ
തരുണാണെങ്കിൽ ചരട് കെട്ടിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ സേതുലക്ഷ്മി കൊണ്ടുവന്ന് തരുണിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. അങ്ങനെ പേരിടൽ ചടങ്ങ് നടക്കുകയാണ്. കാവേരി എന്നാണ് കുഞ്ഞിന് പേരിടുന്നത്. രാധിക പറഞ്ഞു വെച്ച പേരാണ് ഇടുന്നത്. ഇതൊക്കെ കുറച്ച് സങ്കടത്തോടെ വേദ നോക്കിയിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞിന് പേരിടാനോ ചരട് കെട്ടാനോ ഒന്നിനും പങ്കെടുക്കാൻ പറ്റാതെ അകന്ന് മാറി നിന്ന് ഒരു അന്യയെ പോലെ നിൽക്കാനേ വേദയ്ക്ക് കഴിയുന്നുള്ളൂ. അതിനുശേഷം സേതുലക്ഷ്മി കുഞ്ഞിനെ എടുത്ത് വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുറിയിൽ കൊണ്ടുപോയിട്ടും വേദ സങ്കടത്തോടെ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സേതുലക്ഷ്മി വരുമ്പോഴും സേതുലക്ഷ്മി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, എൻ്റെ ഒരവസ്ഥ എന്താ അമ്മ ഇങ്ങനെ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുവാണോ എന്നൊക്കെ വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സേതുലക്ഷ്മി പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, തരുണിനോട് പതുക്കെ കൊണ്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, മോള് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് സേതുലക്ഷ്മി സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിന് പേരിടുകയാണ് കാവേരി. വിക്രത്തിൻ്റെയും വേദയുടെ കുഞ്ഞിന് കാവേരി എന്ന് തരുൺ പേരിട്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തരുൺ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം രാധികയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിച്ചിട്ടെന്ന് പറയുന്നുണ്ട്, ദാണ്ടെ മോടെ അമ്മയെന്ന് വിളി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സേതുലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ കുഞ്ഞിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, അമ്മ മരിച്ചു പോയെന്നൊക്കെ നീ ഇപ്പോഴും എന്തിനാ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത്, അവളുടെ അമ്മ ഈ ലോകത്തില്ലെന്ന് അവൾ അറിയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം അതിനെക്കുറിച്ചൊന്നും കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണ്ട, ഇപ്പം അവൾക്കൊരമ്മയുടെ സ്നേഹമാണ് വേണ്ടത്. അപ്പം തരുൺ ചോദിക്കുന്നുണ്ട്, ഇപ്പം അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ആരെ കാണിച്ചു കൊടുക്കാൻ, ആ വേദയാണോ, അത് നടക്കത്തില്ല അമ്മയെന്ന് പറയാണ്. അപ്പം സേതുലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും നീ ചിന്തിക്കേണ്ട, ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അവൾക്ക് അമ്മയില്ലാത്ത മോളാണെന്ന് അവൾ ഇപ്പോൾ അറിയേണ്ട, പതുക്കെ കൊണ്ട് അവൾ അറിഞ്ഞോളും, നീയായിട്ട് പറഞ്ഞു കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തരുണിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ നീ ഇങ്ങനെ ജോലിക്കൊന്നും പോവാതെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ ജോലിക്ക് പോകണമെന്നൊക്കെ തരുണിനോട് നമ്മുടെ സേതുലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ തരുൺ ജോലിക്ക് പോകാനൊക്കെ ഒരുങ്ങിയാണ്. അങ്ങനെ തരുൺ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് വേദയാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കുന്നതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ തരുൺ പോവുകയാണ്. ഈ സമയത്ത് നാട്ടിലാണെങ്കിൽ വിക്രത്തിൻ്റെ കേസ് കോടതിയിലെത്തുകയാണ്. അപ്പം ഗീവർഗീസ് ചേട്ടനെയും സേതുവിനെയും അതേപോലെ അച്ഛനെയും മേരി ചേച്ചിയും എല്ലാവരെയും വിസ്തരിക്കുന്നുണ്ട്. പക്ഷേ ദർശനെ അതൊക്കെ മാറ്റിമറിച്ച് വിക്രത്തെ ജയിലിലാക്കാൻ തന്നെയുള്ള തീരുമാനത്തിൽ കള്ളത്തെളിവുകളൊക്കെ നിരത്തുന്നുണ്ട്. ആ തോക്ക് ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ആണെന്നും ആ തോക്കിൽ നിന്ന് തന്നെയാണ് വരുണിനെയും അതേപോലെ ഇപ്പോൾ ചന്ദ്രശേഖരനെയും കൊന്നത് വിക്രം തന്നെയാണെന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ശങ്കരനാരായണൻ ഈ കേസ് വീണ്ടും അന്വേഷണത്തിന് വെക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ദർശൻ വാദിക്കുകയാണ്, വിക്രം കൊലയാളി തന്നെയാണെന്നും വിക്രം തന്നെയാണ് കൊന്നതെന്നൊക്കെ വാദിക്കുന്നുണ്ട്. അങ്ങനെ കോടതി വീണ്ടും കേസ് മാറ്റി വെക്കുകയാണ്. പുറത്തിറങ്ങുന്ന വിക്രത്തിനോട് ദർശൻ പറയുന്നുണ്ട്, വരുണിൻ്റെ കൊലയും കൂടെ നിൻ്റെ തലയിൽ കെട്ടിവെച്ച് നിന്നെ അകത്താക്കാതെ ഞാൻ അടങ്ങത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് വേദയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം വേദയുടെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. മാത്രമല്ല ഗുണ്ടകളുടെ ഫോണിൽ വിളിച്ചിട്ട് അവരും എടുക്കുന്നില്ല. അങ്ങനെ ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. അപ്പം സാബു സമാധാനിപ്പിക്കുന്നുണ്ട്, ആ കാര്യം ആലോചിക്കേണ്ട, എന്തായാലും വിക്രം ജയിലിലാണല്ലോ, ഇപ്പോഴൊന്നും വേദ വരത്തില്ല, വേദ വരുമ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് സാബു ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ലക്ഷ്യം വിക്രത്തെ എത്രയും പെട്ടെന്ന് ജയിലിലാക്കുക, പുറത്ത് കൊണ്ടുവരാതിരിക്കുക. അതിൻ്റെ ദർശൻ്റെ സഹായത്തോടെയും ശ്രീകാന്ത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വേദയാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ സേതുലക്ഷ്മി വന്ന് പറയുന്നുണ്ട്, മോളെ കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം മോൾ ഇങ്ങോട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞിനെ ഉറങ്ങിയ ശേഷം വേദ ചെല്ലുമ്പം മുകളിൽ രണ്ടാമത്തെ നിലയിൽ ഒരു മുറി തുറന്നു കാണിക്കുകയാണ് സേതുലക്ഷ്മി. എന്നിട്ട് പറയുകയാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ തരുൺ സത്യങ്ങളൊക്കെ അറിയും, അപ്പം നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവും, അപ്പം കുഞ്ഞുമായിട്ട് നീ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നിനക്ക് ജീവിക്കാൻ ഒരു മാർഗം വേണം, അത് കൂടിയേ തീരൂ, അതിനുള്ള പോം വഴിയാണെന്നും പറഞ്ഞ് ആ മുറി കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ആ മുറി നിറയെ ബുക്കുകൾ, പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെയാണ്. അങ്ങനെ വേദ പുതിയൊരു വഴിത്തിരിയിലേക്ക് തിരിയാണ്. സേതുലക്ഷ്മി പുതിയ വഴികാട്ടിയാവുകയാണ് വേദയുടെ. അങ്ങനെ വേദ ആ മുറി കണ്ടിങ്ങനെ ഞെട്ടിയാണ്.